ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ പോപ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഒതന്റിക് സ്റ്റൈലോ റെസ്റ്റോറന്റ് സ്റ്റൈലോ ഒന്നുമല്ല, ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമുക്കിന്ന് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചിക്കൻ പോപ്സ് ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ എൻ്റെ മെത്തേഡ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതല്ല അതൊരു കറക്റ്റ് റെസിപ്പി ഒന്നും അല്ല കേട്ടോ. ഒതന്റിക് റെസിപ്പിയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലോ ഒന്നുമല്ല, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ബ്രസ്റ്റ് പീസ് ആവുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു ബ്രസ്റ്റ് പീസ് നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, കണ്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ചേർത്ത്, ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട കേട്ടോ, തൈര് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. അതായത് നല്ലതുപോലെ പുരട്ടി വെക്കണം കേട്ടോ. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമ്മൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്താലും ചിക്കൻ്റെ ഉൾവശം നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇതിൽ കുറച്ചധികം നേരം വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ, അതായത് പോപ്സ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 2 മണിക്കൂർ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് വെക്കണം. നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലതുപോലെ പോകണം. അപ്പം അത് ചെയ്ത് വെക്കാം. നമ്മൾ ചിക്കൻ ഇവിടെ വെള്ളം വാലാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒതന്റിക് രീതിയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലോ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ എടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഒന്നുകിൽ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് മിക്സ് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും, അതോ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം ഓൾ ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സീസണിങ്സ്, പിസ്സ സീസണിങ്സോ അതല്ലെങ്കിൽ ചൈനീസ് സീസണിങ്സോ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരൽപ്പം ചേർത്ത് കൊടുത്താൽ മതി, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് ബാറ്റർ ഒന്ന് കലക്കി നോക്കിയതിന് ശേഷം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ചിക്കൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് ബാറ്റർ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതൊരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ബാറ്ററായിട്ട് മാറ്റിയെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മുടെ ബാറ്റർ ഇവിടെ കണ്ടോ, നമ്മൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കോട്ട് ചെയ്യാം. ഞാനിതിൽ മുട്ടയൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല. സാധാരണയായിട്ട് ചിക്കൻ പോപ്സ് തയ്യാറാക്കുമ്പോൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് വറക്കാണ് ചെയ്യുന്നത്. ഇതാവുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഡയറക്റ്റ് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി തൈരിൽ മുക്കി വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്കിനി നമ്മുടെ ചിക്കൻ പോപ്സ് ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും തീരെ കുറഞ്ഞ ചൂടിൽ, അതായത് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്ന സാധനങ്ങൾ വറുത്ത് കോരാനായിട്ട് പാടില്ല. അപ്പോൾ എണ്ണ ധാരാളം വലിച്ചെടുക്കും. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഓയിലിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം.
അതുപോലെ കുത്തി നിറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു വശം ആയതിനു ശേഷം മാത്രം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയും കൂടെ വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.